സാധിക്കപ്പെടാത്ത ധാരാളം ആഗ്രഹങ്ങൾ മനുഷ്യ മനസ്സുകളിൽ തിങ്ങിക്കൂടി കിടക്കുന്നുണ്ട്. കർത്താവേ, എന്റെ ആഗ്രഹങ്ങൾ എന്ന് സാധിപ്പിച്ചു തരുമെന്നൊരു ചോദ്യം മനുഷ്യ മനസ്സുകളിലുണ്ട്. ദൈവം ഇന്ന് നിന്നോട് സംസാരിക്കുക. ഇനിയും നിന്റെ ആഗ്രഹങ്ങൾ നിശ്ചലമായി കിടക്കത്തില്ല. ആ ആഗ്രഹങ്ങൾ പലതും ദൈവം സാധിപ്പിക്കാൻ പോവുക. അതാണ് ഇന്നത്തെ ആത്മീക പ്രവചന ദൂത്. 20-ാം സങ്കീർത്തനം 4-ാം വാക്യം, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ, നിന്റെ താല്പര്യമൊക്കെയും നിവർത്തിക്കട്ടെ. വളരെ നാളുകൾ കൊണ്ട് ആഗ്രഹിച്ചിട്ടും ആഗ്രഹിച്ച നിലയിൽ ഉയരുവാനോ നന്മ പ്രാപിക്കുവാനോ കഴിയാതെ, സ്തോത്രം, ആഗ്രഹങ്ങൾ ഇനി എങ്ങനെ പൂർത്തിയാകുമെന്നൊരു ചോദ്യചിഹ്നവുമായിട്ട് ഈ മെസ്സേജ് കേട്ടോണ്ടിരിക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് തൊട്ടടുത്ത് നിന്ന് സംസാരിക്കുക. നീ ആഗ്രഹിച്ചതിനേക്കാൾ വലിയ കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ നടക്കാൻ പോവുക. ലേഖനങ്ങൾക്കകത്തൊരു വാക്യമുണ്ട്, നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യാൻ കഴിയുന്ന ഒരു ദൈവത്തെ കുറിച്ച്. വർഷങ്ങളായി നീ കൊതിക്കുകയും നിന്റെ കുഞ്ഞിന്റെ ശുഭഭാവി കാണുമെന്ന് നീ ആഗ്രഹിച്ചു. ഇതുവരെ അത് സംഭവിച്ചില്ല. എന്നാൽ എനിക്ക് ദൈവം ഒരു ബോധ്യം തരുന്നു, ചില ദിവസത്തിനുള്ളിൽ നിന്റെ ആഗ്രഹങ്ങൾ പലതും ദൈവം സാധിപ്പിച്ചു തരാൻ പോകും. പിശാച് പലതിനും തടഞ്ഞു വെച്ചു. എതിരാളികൾ പലതിനും തടസ്സങ്ങൾ സൃഷ്ടിച്ചു. ഇനി മുന്നോട്ട് പോകാൻ കഴിയത്തില്ല, എന്റെ ആഗ്രഹങ്ങൾ എന്നേക്കുമായി അവസാനിച്ചെന്ന് നിന്റെ മനസ്സ് നിന്നോട് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളത്തോട് സംസാരിക്കുക. ഒരാഗ്രഹവും മാറ്റിവെക്കണ്ട. താമസിയാതെ നിന്റെ ആഗ്രഹങ്ങൾ പലതും ദൈവം സാധിപ്പിച്ചു തരാൻ പോവാം. ചില മനസ്സുകളിലെ ഹൃദയങ്ങളിലെ ആഗ്രഹം പരിശുദ്ധാത്മാവ് കാണുക. ആ ആഗ്രഹങ്ങൾ ഉടനെ സാധിക്കപ്പെടാൻ പോവാം. നമുക്കൊന്നിച്ചു പറയാം, കർത്താവേ, എന്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെ ഒന്ന് സാധിപ്പിച്ചു തരണം. ഒരു പ്രാർത്ഥിക്കുന്നതിന് ദൈവവൈദ്യന്റെ നല്ല നല്ല ആഗ്രഹങ്ങൾ ഉണ്ടാകും. സ്തോത്രം. സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽ ഒതുങ്ങിപ്പോകുമല്ല. നമ്മൾ ഒന്നിച്ചു പറയണം, എന്റെ ആഗ്രഹങ്ങൾ ഓരോന്നായിട്ട് ദൈവം സാധിപ്പിച്ചു തരും. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, കർത്താവെ, അങ്ങയെ രക്ഷകനായി അംഗീകരിച്ച എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവരുടെ അകത്ത്, സ്തോത്രം, നിശ്ചലമായി കിടക്കുന്ന ആഗ്രഹങ്ങൾ ഈ ദിവസങ്ങളിൽ തലപൊക്കട്ടെ. ആ ആഗ്രഹങ്ങൾ പലതും ദൈവം പൂർത്തീകരിച്ചു കൊടുക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. നിശ്ചയമായും നിന്റെ ആഗ്രഹങ്ങൾ ദൈവം സാധിപ്പിച്ചു തരും. God bless you.